യെസ് മക്കളെ ഹായ്. യെസ്, സോ എല്ലാവരും നിവർന്നിരിക്കുക. സിറ്റ് സ്ട്രേറ്റ്. ഓക്കെ ഓക്കെ, സോ എല്ലാവരും നിവർന്നിരിക്കുക. അപ്പോൾ ഇനി നമുക്കൊരു ചാപ്റ്റർ എടുക്കാനുള്ളത് ഏതാണെന്നറിയാം. നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു. സോ ഫിഫ്ത്ത് യൂണിറ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് ആദ്യം എടുത്തത്. സോ നൗ യു ആർ ഗോയിങ് ടു മൂവിങ് ടു ദ ഫസ്റ്റ് ചാപ്റ്റർ. സോ ആ യൂണിറ്റ് ഒന്ന് നോക്കാം നമുക്ക് അല്ലേ. എന്താണ് ആ യൂണിറ്റ് ഒന്ന് നോക്കാം. യെസ്, എന്താണ് മക്കളെ? നസാരെ എന്നാണ് ആ യൂണിറ്റിന്റെ പേര് തന്നെ. സോ എന്താണ് നസാരെ? ആർക്ക് പറയാം മക്കളെ? റോബിൻ. അഭിനയ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മുടെ യൂണിറ്റിന്റെ പേരൊന്ന് വായിച്ചു നോക്കി. നസാരെ. അപ്പൊ എന്താണ് നസാരെ എന്ന് പറഞ്ഞാല്? പാഠത്തിന്റെ യൂണിറ്റിന്റെ പേരല്ലേ. സാർ എന്ത് ചോദ്യമാണ് ചോദിക്കണേ അല്ലേ, അല്ലാണ്ട് വേറെ ഒന്നും ഇടൂല്ലോ. സാറിനും ഇല്ല അറിയാമോ അല്ലേ. അത് എന്താണ് നസാരെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് എന്തിലൊക്കെ ഒരു പേരുണ്ടാവുമല്ലോ, ഒരു പേരിനൊരു അർത്ഥം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ അതുപോലെ ഇപ്പൊ ഇമ്മാനുവൽ ഒരു പുണ്യാളന്റെ പേരാണ്. ആണോ ഇമ്മാനുവലെ? ആണോ അല്ലയോ? ഇമ്മാനുവൽ പുണ്യാളന്റെ പേരാ അല്ലേ. അങ്ങനെ കുറെ പുണ്യാളന്മാരുണ്ട്. അപ്പൊ എന്ത്, അതുപോലെ നമുക്ക് ഇവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ടല്ലോ, ആ പേരിനൊരു ഒരു മീനിങ് ഉണ്ടാവും. അപ്പൊ ആ മീനിങ് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. സാറേ ഇനി ആരെ വിളിക്കാം? അന്ന് ഇമ്മാനുവലിനെ തന്നെ വിളിക്കാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് ഡിയർ. എന്താണ് ഇമ്മാനുവലെ അതിന്റെ അർത്ഥം? കാഴ്ചകൾ. യെസ്, വെരി ഗുഡ്. കാഴ്ചകൾ എന്നാണ് അല്ലേ. കാഴ്ചകൾ. നമുക്ക് കാഴ്ചകളും മറ്റും അതെവിടെ പറയണമെന്ന് അറിയാമോ? ഒരു സ്ഥലത്തേക്ക് എന്ന കാഴ്ചകളും മറ്റും. അപ്പോൾ കാഴ്ചകൾ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? കാഴ്ചകൾ. ഓക്കെ ആണല്ലോ, കാഴ്ചകൾ. അപ്പോൾ കാഴ്ചകൾ എന്നാണ് നമ്മളുകൊണ്ട് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? നസാരെ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ കാഴ്ചകളാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ കണ്ട ഒരു കാഴ്ചയായിരുന്നു. ഏത്? നമ്മുടെ ഹാത്തിയുടെ കാഴ്ച അല്ലേ. ഒരു ആനയുടെ കഥ നമ്മൾ കണ്ടു. ഇനി ആനയുടെ കഥ കണ്ടതിന് മുമ്പായിട്ടൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് ചാപ്റ്റർ. സാർ ഒന്ന് ഉയർത്തി കൊടുക്കാം. ഓക്കെ, അതിലെന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ. അവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. സാർ ഒന്ന് ഉയർത്തി കൊടുത്തോ. യെസ്, നോക്കാം. പ്രേംചന്ദ് ആണ്. നോക്കിയാൽ മക്കളെ, जीवन का वास्तविक सुख दूसरों को सुख देने में है, उनका सुख छीनने में नहीं. അല്ലേ അല്ലേ? എന്താണ് ജീവൻ കാ വാസ്തവിക സുഖം? എഴുതിക്കോ. ജീവിതത്തിന്റെ യഥാർത്ഥമായ സുഖം, ദ റിയൽ ഹാപ്പിനെസ് ഓഫ് അവർ ലൈഫ് അല്ലേ. ദ റിയൽ ഹാപ്പിനെസ് ഓഫ് അവർ ലൈഫ് എന്താണ്? ദൂസരോക്കോ സുഖ് ദേനെ മേ ഹേ, മറ്റുള്ളവർക്ക് സുഖം നൽകുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥമായ സുഖമുണ്ടാവുക. ഇഫ് യു ആർ ഗിവിങ് അല്ലേ ഹാപ്പിനെസ് ടു സംവൺ, ഇഫ് യു ആർ ഗിവിങ് ഹാപ്പിനെസ് ടു സംവൺ, ദാറ്റ് ഈസ് എന്താണ് അൾട്ടിമേറ്റ് ഹാപ്പി, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എന്താ പറയാൻ പറ്റുക, ഹാപ്പിനെസ് ഇൻ അവർ ലൈഫ് എന്നാണ് പറയുന്നത്. നോട്ട് ഉൻകാ സുഖ് ഛീനനെ മേ നഹി, എന്താണ് അവരുടെ സുഖം നശിപ്പിക്കുന്നതിലല്ല. അതായത് നോട്ട് ഡിസ്ട്രോയ് ദ ഹാപ്പിനെസ്. ഛീന ഡിസ്ട്രോയ് ചെയ്യുക, നശിപ്പിക്കുക അല്ലേ. അതായത് നമ്മൾ ചില വീഡിയോകളിൽ ചെന്നിട്ട് പറയാറില്ലേ, എന്താണ് ചില ആളുകൾ ചില സ്വഭാവം ഉണ്ടല്ലോ, എന്താണ് പോകാനുള്ളതും പോട്ടെ, ഇതിലും വലുത് എന്തോ വരാനിരുന്ന അല്ലേ. വെറുതെ ഇരിക്കുന്ന ആളുകളെ കൊണ്ട് നമ്മൾ കരയിപ്പിക്കും. പിന്നെ ചില ആളുകൾ ഇങ്ങനെ പറയുമല്ലേ, എന്നാലും ചേച്ചി ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ചേട്ടനെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്, എന്തൊരു നല്ല മനുഷ്യനാണെന്ന് നോക്കി അല്ലേ. ഇങ്ങനെ ചില ആളുകൾക്ക് മറ്റുള്ളവരെ അങ്ങോട്ട് അതായത് മറ്റുള്ളവരിൽ വേദന ഉണ്ടാക്കുമ്പോഴാണ് അവർക്കൊരു സുഖം അല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ, എന്നാലും അവളെ അത്ര ആൾ ശരിയൊന്നുമല്ല കേട്ടാ, ആള് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല അല്ലേ, സ്വഭാവം എനിക്കല്ലേ അറിയാവുള്ളൂ അല്ലേ. ഏഞ്ചലിന് അത്ര ഒന്നുമല്ല, ഏഞ്ചലിൻ്റെ സ്വഭാവം നമുക്കല്ലേ അറിയാവുള്ളൂ, ഭയങ്കര കുശുമ്പിയാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ എന്താ പ്രശ്നം വരുന്നത്? ആക്ച്വലി ഏഞ്ചലിന് വല്ല പ്രശ്നം ഉണ്ടാ?
ഇല്ല. പക്ഷെ എന്താ കുഴപ്പം, നമ്മൾ വെറുതെ ഇരുന്ന് ഐ എം മേക്കിംഗ് അല്ലെങ്കിൽ ഐ ജസ്റ്റ് മേക്ക് എ റൂമർ, ഞാനൊരു റൂമർ ഉണ്ടാക്കി അങ്ങോട്ട് വിട്ടു. അപ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ ആ പ്രശ്നം ഏഞ്ചലിനെ പറ്റിയാണ് ഞാൻ പറയാൻ വന്നതെന്ന് ആലോചിച്ചോ. ഞാൻ ഏഞ്ചലിൻ്റെ അങ്ങ് വിട്ടിട്ട് ഏഞ്ചലിനെ പറ്റി പറഞ്ഞു. പക്ഷേ ഏഞ്ചൽ ആ കുട്ടി ശരിയല്ല എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് അബൌട്ട് ഏഞ്ചലിൻ, അല്ലെങ്കിൽ ഞാൻ പറയാൻ വന്ന ഏഞ്ചലിനെ പറ്റിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ആരായിപ്പോയി, പറഞ്ഞപ്പോൾ ഏഞ്ചലായിപ്പോയി. അപ്പം ഇങ്ങനെയുള്ള പല ആളുകളും നമുക്ക് ചുറ്റുപാടുണ്ട്, ശരിയല്ലേ മക്കളെ? ഇങ്ങനെയുള്ള പല ആളുകളും നമ്മുടെ ചുറ്റുപാടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ അയൽവക്ക ഭാഗത്തുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകാം, അല്ലേ? ഈ ലോക്കൽ BBC ന്യൂസുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ വാർത്തകളും കറക്റ്റായിട്ട് എത്തിക്കുന്ന ചില ആളുകൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസര പ്രദേശത്തോ ആയിട്ടുണ്ടാകും. അവരെന്ത് ചെയ്യും, ഉള്ള ന്യൂസിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് എന്ത് ചെയ്യും, വലിയ വലിയ ന്യൂസുകളാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, സ്വാദിഷ്ടമായി വിളമ്പിത്തരും. നമ്മളെന്ത് ചെയ്യും, സ്വാദിഷ്ടമായി അത് കഴിച്ചിട്ട് അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യും, അതിനും സ്വാദിഷ്ടമായിട്ട് അടുത്ത സ്ഥലത്തേക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. സോ ദാറ്റ് വി ആർ, ഇപ്പം പറയുന്നത് ഇങ്ങനെയാണ്, വി നെവർ മെയ്ഡ്, എന്താണ്, വി ആർ നെവർ എ മെസ്സഞ്ചർ ഓഫ് any kind of, എന്താണ്, റൂമേഴ്സ്, അല്ലേ? we never a messenger of any kind of rumor. Be happy, be always happy and try to give happiness to others, not make any trouble for others life. ക്ലിയർ ആണെങ്കിൽ ടാറ്റ. അപ്പോൾ ഇത് പ്രേംചന്ദ് പറഞ്ഞൊരു കാര്യമാണ്, അല്ലേ? പ്രേംചന്ദ് പറയുകയാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ സുഖമെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുമ്പോൾ. അപ്പം ഇങ്ങനെ സുഖം കൊടുത്തിട്ടുള്ളവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആരാന്ന് പറയും? ഒന്നാമത്തെ ആള് നമ്മുടെ മെയിൻ ആളാരാ, ഇല്ലേ? ഇങ്ങനെ പിടിക്കണേ, ഇങ്ങനെ പിടിച്ച ഒരാളെ കണ്ടോ നിങ്ങൾ? ഇങ്ങനെ പിടിച്ച ഒരാളെ കണ്ടോ വീട്ടിൽ? ചില വീടുകളിലൊക്കെ ഉണ്ടാവും, അല്ലേ? ഭയപ്പെടേണ്ട മകനെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, അല്ലേ? അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ പോലെയോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പ്രവാചകൻ, ഇപ്പം നബി, അങ്ങനെയുള്ള പ്രവാചകന്മാരോ, അല്ലേ? നബിയെ പോലെയുള്ള പ്രവാചകന്മാരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തു പറയും, അപ്പോൾ നമ്മൾ നബിയുടെ ചില വചനങ്ങളൊക്കെ, നബിയുടെ വചനങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെയും വളരെ ബഹുമാനത്തോടും പറയുന്നത്, ദ പീപ്പിൾ ആർ ദർ ഹിയർ ടു, ദേ ആർ ഓൾവേസ്, എന്താണ്, ഓൾവേസ് ഹാപ്പി ടു ഗീവ് ഹാപ്പിനെസ് ടു സം അതർ ലൈഫ്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചില ആളുകൾ നേരെ തിരിച്ചാണ്, അല്ലേ? ഈ എന്താണ്, സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കാണാം, ഞാൻ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഈസ് ഹിയർ. ബട്ട് വാട്ട് ഐ എം സേയിങ് ഇസ് അവർ റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുകയും, മറ്റുള്ളവർ കാണുമ്പോൾ ഒരു പുഞ്ചിരി, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ഒരു പരിചയമില്ലാത്ത ആളെ കാണുമ്പോഴും ബുജി എന്നുള്ള ചിരിയല്ല പറയുന്നത്. നമ്മളെപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ നമുക്ക് കൊടുക്കാം. നമുക്കൊന്ന് ചിരിച്ചു എന്നുള്ളതുകൊണ്ടൊരു കുഴപ്പമുണ്ടാവില്ല. സോ ലൈക്ക് നമ്മൾ മറ്റുള്ളവരെ പോലെ ആവരുത്. നമ്മളെപ്പോഴും ആവശ്യമില്ലാത്ത റൂമേഴ്സ് പറയാനോ ഫ്രണ്ട്സിനോട് അടി ഉണ്ടാക്കാനോ ഒക്കെ നിൽക്കാതെ യു വിൽ ബി വെരി 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 ഗുഡ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ കാര്യത്തിൽ പറഞ്ഞത്. ഇതെല്ലാം പഠിച്ചിട്ട് വേണം കേട്ടോ ഇനി നിങ്ങൾ അങ്ങോട്ട് പോകാൻ. അവർ സാറ് നമുക്ക് പൊക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നോക്കിയേ, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരിങ്ങനെയാണ്, അതൊരു ഡയറിയാണ്, അല്ലേ? ഒരു ഡയറിയാണ്. ആ ഡയറിയുടെ മുകളിലെ പേരുകൾ നോക്കിയേ, പ്രേം കെ സിവ ഓർ കുച്ച് നെഹി. എന്താണ് കുഞ്ഞുങ്ങൾ എഴുതിയിരിക്കുന്നത്? പ്രേം കെ സിവ ഓർ കുച്ച് നെഹി എന്ന് വെച്ചാൽ എന്തായിരിക്കും മക്കളെ? എന്താണ് അവരോട് ചോദിക്കാം സാറേ. റാനിയ. റാനിയ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് ഡിയർ. ഗുഡ് ഈവനിങ്. അപ്പൊ എന്താണ് മക്കളെ ഇതിന്റെ ഹെഡിങ്ങിന്റെ അർത്ഥം? പ്രേം കെ സിവ കുച്ച് നെഹി എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. എന്താണ് മോനെ? സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല, അല്ലേ? അപ്പോ നോക്കിയേ, ജസീന്ത കേർക്കേട്ട എന്ന് പറയുന്ന ഒരാള് എഴുതിയ
ഒരു ഡയറിയാണ് അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ പല ആളുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് റിയലായിട്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാം ജീസസ് ക്രൈസ്റ്റിൻ്റെ പല കാര്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ പറയാറുണ്ട് അല്ലേ. എന്താണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രമാണ്. പക്ഷേ ജീസസ് ക്രൈസ്റ്റിൻ്റെ അനുയായികളായ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു? വാട്ട് ഐ എം സെയിങ് ഇസ് നോട്ട് അബൌട്ട് എ കമ്മ്യൂണിറ്റി. ഞാൻ പറയുന്നത് അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ ഇസ്ലാം എന്നോ ഒന്നുമില്ല. ദ പീപ്പിൾ ദോസ് ഹു ആർ എന്താണ് ഒബേയിങ് ജീസസ് ക്രൈസ്റ്റ് ഓർ സംവൺ എന്ത് ചെയ്യും? ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്നെ പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? പരമാവധി അയൽക്കാരനെയൊക്കെ ദ്രോഹിച്ച് അല്ലേ, പറ്റുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദ്രോഹമൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്ത് ഉപദ്രവിച്ച് അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്കൊരു സുഖം വരുള്ളൂ അല്ലേ. അപ്പം നമ്മൾ ഒരിക്കൽ എന്നിട്ട് നമ്മൾ എന്ത് പറയും? ഞാൻ ഭയങ്കരമായ ഹിന്ദുവാണ്, ഞാൻ ഭയങ്കരമായ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഭയങ്കരമായ ഇസ്ലാമാണ് അല്ലേ, എങ്ങനെയൊക്കെ പറയും. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? Those who are obeying all these things, they are not saying about these people. Okay, അതായത് 5 നേരം നിസ്കരിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യും ചെറുതായിട്ടൊക്കെ എന്നുള്ളവൻ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. 5 നേരം നിസ്കരിച്ചിട്ടല്ല, അല്ലെങ്കിൽ പള്ളിയിൽ പോയി എല്ലാ കുർബാനയൊക്കെ കൂടി ഇതെല്ലാം ചെയ്തിട്ട് പള്ളിയിൽ ചെന്നിരുന്നിട്ട് കുരിശും വരച്ചിട്ട് അപ്പുറത്തുള്ളവൻ്റെ കുറ്റം പറഞ്ഞാൽ നടക്കുമോ? അതുമില്ല. അതുപോലെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? 500 രൂപയുടെയും 1000 രൂപയുടെയും 10,000 രൂപയുടെയും 50,000 രൂപയുടെയൊക്കെ വഴിപാടുകളെല്ലാം ചെയ്ത് മറ്റുള്ളവന് ദ്രോഹം വരാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവന് ദ്രോഹം വരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ആളെ സഹായിക്കാതെ മറ്റൊരു വളരെ അത്യാവശ്യം പൈസയായിട്ടോ എന്തെങ്കിലും കാര്യം കൊണ്ട് സഹായിക്കേണ്ട ഒരാളെ സഹായിക്കാതെ എന്ത് ചെയ്യുന്നു? ദ്രോഹിക്കുന്നത്. അവരൊന്നും എന്തല്ല. അപ്പം നമുക്കുള്ള എന്താ? പ്രേമിക്കേ ശിവ, സ്നേഹമല്ലാതെ മറ്റൊന്നും ഉണ്ടാവരുത്. ആ സ്നേഹത്തിന് ഒത്തിരി അർത്ഥമുണ്ട് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട അർത്ഥം എന്ന് പറയുന്നത് ഗോഡ് ഒരു ലവ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് എന്ന് പറയുന്ന ഒരു ലവ് ആണ്. അതൊരു ഒരു റിലേഷനാണ്, എ ഗുഡ് റിലേഷൻ. സ്നേഹം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാണ്. ആ സ്നേഹബന്ധം ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഈ ക്ലാസ് എന്തായിരിക്കും? ബോർ അല്ലേ അല്ലേ ഇല്ലും മിനാണ്ടി എന്ന് പറഞ്ഞാൽ വളരെ ബോറായിരിക്കും. യെസ്. അപ്പം എന്തായിരിക്കും? അപ്പം വളരെ ബോറായിരിക്കും. അപ്പം ഇത് ഇവിടെ ഒരു ബോണ്ടിങ്, സ്നേഹം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത്. എൻ്റെ ഇമ്മാനുവലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടാറ്റ കാണിക്കും അല്ലേ. എന്തിനാണ്? സാറ് വിളിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാണ് അല്ലേ. അല്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യണം അവിടെ? അപ്പോൾ അതാണ് പറഞ്ഞത്, സ്നേഹമല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊരു ഡയറിയാണ്. ഞാൻ പറഞ്ഞു ജസീന്ത കേർക്കട്ട എന്ന് പറയുന്ന ഒരാളുടെ, കൽക്കട്ടയല്ല കേർക്കട്ട. അപ്പോൾ എന്താണ്? ഒരു ഡയറി. അപ്പം നോക്കി, ഇത് നടക്കുന്നത് എവിടെയാന്ന് നോക്കിയാളോ മക്കളെ? റാഞ്ചിയിലാണ്. അത് എവിടെയാണോ? റാഞ്ചി ആരോട് ചോദിക്കാം സാറേ? അർണവേ, ഗുഡ് ഈവനിങ് ഡിയർ. ഹാവ് യു ഹേർഡ് അബൌട്ട് റാഞ്ചി? കേട്ടണ്ട? അതാണ്. എവിടെയാ ഈ റാഞ്ചി? എവിടെയാടാ? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലാണോ അതോ ദക്ഷിണാഖണ്ഡ് എന്നൊരു സ്ഥലമില്ലടാ? ഉത്തരാഖണ്ഡാണോ ദക്ഷിണാഖണ്ഡാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാ എടാ മോനെ, ആ റാഞ്ചിയുടെ തൊട്ടടുത്ത് തന്നെ എഴുതി വെച്ചേക്കണമെന്ന് വായിച്ചേ. ഏതാ ആ അക്ഷരം നല്ലൊരു മനസ്സിലാവുന്നില്ല ദൈവമേ. ഇത് എന്ത് അക്ഷരമാണ് അല്ലേ? പച്ചടിയോ? സാറേ എവിടെ മുകളിൽ തൊട്ട് മുകളിൽ ചാറ്റാണി നോക്കി. കാർത്തിക്. യെസ്, ഗുഡ് ഈവനിങ് ഡിയർ. ഹലോ, ഗുഡ് ഈവനിങ് സർ. യെസ് ഡിയർ, പറടാ. ജാർഖണ്ഡ്. അത് ഏത് എവിടെയാ ജാർഖണ്ഡ്? ജാർഖണ്ഡ് ഇന്ത്യയിൽ. പിന്നെ എടാ ബംഗ്ലാദേശിലല്ലടാ. ബീഹാറിലോ? അപ്പൊ ഇത് ബീഹാർ. ഞാൻ ചോദിക്കുന്നത് ബംഗ്ലാദേശിലാണോ മ്യാൻമാറിലാണോ ജാർഖണ്ഡ്? ഇന്ത്യയിൽ. ഉറപ്പിച്ചു? എന്നാ ജാർഖണ്ഡ് ഇന്ത്യയിലാണ് കേട്ടോ. വെരി ഗുഡ് കേട്ടോ. സോ മക്കളെ, ഏറ്റവും കൂടുതൽ വനമുള്ള ഒരു പ്രദേശമാണ് ജാർഖണ്ഡ് കേട്ടോ. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഒരു സ്റ്റേറ്റ് ആണ് ജാർഖണ്ഡ്. ആ ജാർഖണ്ഡിലെ ക്യാപിറ്റലിന്റെ പേരാണ് എന്ത്? റാഞ്ചി അല്ലേ. നമ്മുടെ പരിന്തൊക്കെ റാഞ്ചുന്ന റാഞ്ചി എന്ന് കണ്ടിട്ടില്ലേ? ഇങ്ങനെ പരിന്തൊക്കെ ഇങ്ങനെ പറന്നു വന്ന് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി കൊണ്ടുവന്നിട്ടില്ലേ എന്ന് പറയുന്നത് പോലത്തെ ഒരു റാഞ്ചി. അപ്പോൾ ഇറ്റ്സ് എ ക്യാപിറ്റൽ. ഈ റാഞ്ചിയിൽ ഒരു ഭയങ്കര ഫേമസ് ആയ ഒരാളുണ്ട്, അറിയാമോ? റാഞ്ചിയിൽ വളരെ ഫേമസ് ആയിട്ടൊരാളുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ടാസ്ക് പോലെ വിചാരിച്ചോ. റാഞ്ചിയിൽ വളരെ ഫേമസ് ആയിട്ടൊരാളുണ്ട്.
അദ്ദേഹം വന്നതോടുകൂടി റാഞ്ചി ഭയങ്കര ഫേമസ് ആയി. ആരാണ് സാറേ? ഓ സമർ. ആ സമറല്ല, വേറെ ഒരാളെ നോക്കിയേ. ധോണി. ആ ശിവൻ നശിപ്പിച്ചു കൊണ്ട്. ഓ ഓക്കെ. സോ MS ധോണി, മഹേന്ദ്ര സിംഗ് ധോണിയാണ്. മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ഹീസ് ഫ്രം റാഞ്ചി അല്ലേ? റാഞ്ചി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പേര് പോലും ധോണിയുടെ പേരിലാണ് ഇപ്പോൾ റാഞ്ചി ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത്. അപ്പോൾ റാഞ്ചി എന്ന് പറയുന്നത് ധോണിയിലൂടെ ഭയങ്കര ഫേമസ് ആയൊരു സ്ഥലം കൂടിയാണ് ധോണി. ഇനി ആരാ ധോണി എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരാണാവോ? ഇതിലൊക്കെ ചോദിക്കണ്ടേ, ധോണിയോ അതാരാണാവോ? ആരാണാവോ ധോണി? ആരോട് ചോദിക്കാം സാറേ? ഏഞ്ചലിനോട് തന്നെ ചോദിക്കാം. ഏഞ്ചലിനോട് ചോദിക്കട്ടെ. ഏഞ്ചലിനെ ഗുഡ് ഈവനിങ് ഡിയർ. ആരാ മോളെ ധോണി? ക്രിക്കറ്റ് പ്ലെയർ. പിന്നെ ഫുട്ബോള് അല്ല. ഏത് ടീം? എന്നാ ഏത് ടീമാന്ന് പറഞ്ഞു? ഇന്ത്യ. ധോണിയാ? ഇന്ത്യയിലാ? അപ്പൊ കുറച്ചു മുമ്പല്ലേ ജാർഖണ്ഡ് ബംഗ്ലാദേശിലാന്ന് പറഞ്ഞത്? അല്ല, ഇന്ത്യയില. ഉറപ്പിച്ചോ? അടിച്ചേ, ഉറപ്പിച്ചു അടിച്ചേ. യെസ്, സെറ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഫോമർ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്ന മഹേന്ദ്ര സിംഗ് ധോണി അല്ലെ? വെരി ഗുഡ് മക്കളെ. സോ ഫോമർ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്ന മഹേന്ദ്ര സിംഗ് ധോണി. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥലവും കൂടിയാണ് എന്ത്? റാഞ്ചി. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന റാഞ്ചിയിലെ ഒരു കഥയാണ്. അപ്പൊ നോക്കിയോ, ഒരു കഥ അല്ലെങ്കിൽ റാഞ്ചിയിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ ഇദ്ദേഹം ഒരു ഡയറി രൂപത്തിൽ അല്ലെ, ഒരു ഡയറി രൂപത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിയോ മക്കളെ, റിംസ് झारखंड का सबसे बड़ा സർക്കാരി ആസ്പത്താൽ ഹേ. ഓക്കെ ആണല്ലോ? റിംസ് എന്ന് പറയുന്നത് ജാർഖണ്ഡിലെ ഏറ്റവും വലിയ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ക്യാൻ എനിവൺ സെഡ് വാട്ട് യു മീൻ ബൈ റിംസ്? എന്താണ് റിംസ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എസ്ര. ഗുഡ് ഈവനിങ് ഡിയർ. പറഞ്ഞോടാ. ജാർഖണ്ഡിലുള്ള ആശുപത്രി. അയ്യോ, അത് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഫുൾ ഫോം പറ കൊച്ചേ. ഇടിയാണ് ഇടി. റിംസിന്റെ ഫുൾ ഫോം പറയാമോ? അതറിയില്ല. അന്ന് ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇത് കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ഉണ്ടെങ്കിൽ പറയാൻ പറ്റും. റിംസ്. റിംസിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. റിംസ് RIMS. വെരി ഗുഡ്. ആണോ? അപ്പൊ ഇത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ഹോസ്പിറ്റൽ ആവുമ്പോ ഈ എം എന്തായിരിക്കും? മെഡിക്കൽ. എസ് എന്തായിരിക്കും? ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സബ്ജക്ട് ഏതാ? ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട് ഏതാ? മെഡിക്കൽ സയൻസ്. അതൊക്കെ ആയല്ലോ. ഇനി ആദ്യത്തെ ആർ എന്തായിരിക്കും? സ്ഥലത്തിന്റെ പേരെന്താ? ജാർഖണ്ഡിലെ റാഞ്ചി. അപ്പൊ ആർ എന്തായിരിക്കും? റാഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതാണ് റിംസ്. ക്ലിയർ അല്ലേ? അപ്പൊ റിംസ് എന്ന് പറയുന്നത് റാഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓക്കെ ആണല്ലോ? റാഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ജാർഖണ്ഡിലെ സബ്സേ ബഡാ സർക്കാരി ആസ്പത്താൽ ഹേ. സോ ദ റിംസ് ഇസ് നോൺ ആസ് ദ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. എന്താണ്? വൺ ഓഫ് ദ എന്നല്ല, ദ ബിഗ്ഗസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇൻ റാഞ്ചി ഇസ് റിംസ്. क्लियर ആണല്ലോ? അടുത്ത് നോക്കിയോ. इस अस्पताल में एक रिपोर्ट लेने में अल्ले रिपोर्ट लेने में कतार में खड़ी थी. എഴുതിക്കോ. in this hospital, ഈ ആശുപത്രിയിൽ एक റിപ്പോർട്ട് ലേനെ, ഒരു റിപ്പോർട്ട് എടുക്കുവാനായിട്ട്. ഓക്കെ ആണല്ലോ? ഒരു റിപ്പോർട്ട് എടുക്കാനായിട്ട് കതാർ മേ ഖടി ദി. കതാർ ലൈൻ, ക്യൂ എന്നൊക്കെ പറയില്ലേ, അതാണ്. മേം എന്ന് പറഞ്ഞാൽ ഞാൻ, ഐ. സോ ഐ ആം സ്റ്റാൻഡിങ്. എന്താണ്? ഐ വാസ് സ്റ്റാൻഡിങ് ഇൻ എ ക്യൂ ടു ടേക്ക് എ റിപ്പോർട്ട് ഇൻ റിംസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്. എന്താണ്? I am standing in a queue to take a report. Clear ആണല്ലോ? അപ്പോൾ ഇസ് ആസ്പത്താൽ മേ, ഇൻ ദിസ് ഹോസ്പിറ്റൽ, ഏക്ക് റിപ്പോർട്ട് ലേനെ, ഐ വോണ്ട് ടു ടേക്ക് എ റിപ്പോർട്ട് അല്ലെങ്കിൽ ഫോർ എ റിപ്പോർട്ട്. കതാർ മേ ഖടി തി, ഞാൻ ക്യൂവിൽ നിൽക്കുകയായിരുന്നു. കതാർ ലൈന്, ക്യൂ എന്ത് വേണേലും ആവാം.
അപ്പൊ എന്ത് ചെയ്യായിരുന്നു, ഇങ്ങനെ ക്യൂവിൽ നിന്നിട്ട് ടോക്കൺ വരും. ടോക്കൺ നമ്പർ 31, ടോക്കൺ നമ്പർ 32 എന്നൊക്കെ പറയുന്ന സംഭവം കണ്ടില്ലേ? അതുപോലെ ടോക്കണൊക്കെ എടുക്കുന്നത് ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് നോക്കിയോ മക്കളെ, മേരെ ആകെ एक വ്യക്തി ഖടാ ഥാ. എഴുതിക്കോ മക്കളെ, മേരെ ആകെ ഇൻ ഫ്രണ്ട് ഓഫ് മീ, എൻ്റെ മുൻപിൽ. മേരെ ആകെ ഇൻ ഫ്രണ്ട് ഓഫ് മീ, എൻ്റെ മുമ്പിൽ. ഏക് വ്യക്തി ഖടാ ഥാ, എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ്. ക്ലിയർ ആണല്ലോ? എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ക്ലിയർ ആണല്ലോ? അതായത് എൻ്റെ മുമ്പിൽ ഒരാള് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഈ കഥ നടക്കുന്ന എവിടെയാണ്? കഥ നടക്കുന്ന എവിടെയാ? അങ്ങ് റാഞ്ചിയില്. റാഞ്ചി എവിടെയാ? ജാർഖണ്ഡില്. ജാർഖണ്ഡിൽ അദ്ദേഹം എവിടെയാ നിൽക്കുന്നേ? റിംസില്. റിംസിന്റെ പേരെന്താ? റാഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അല്ലേ? അപ്പൊ റാഞ്ചിയില്, അതായത് റാഞ്ചി. പിന്നെ നിങ്ങൾ ചോദിച്ചാൽ അപ്പോൾ ഒരു ഉത്തരം കിട്ടിയില്ലേ? റാഞ്ചിയിലെ ഏറ്റവും വലിയ ആശുപത്രിയുടെ പേരെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? റിംസ്. ശരിയല്ലേ? അപ്പൊ റാഞ്ചിയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ റിംസില് ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഓദർ നിൽക്കുന്നത്. സോ ഇൻ ഫ്രണ്ട് ഓഫ്, ഹു വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ പേഴ്സൺ, എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓദർ. ക്ലിയർ ആണെങ്കിൽ ടാറ്റ, ക്ലിയർ ആണെങ്കിൽ ടാറ്റ. ഓക്കെ, ഇനി ചോദിക്കാം മക്കളെ, ഉസേ ബി കൊയ് റിപ്പോർട്ട് ലേനി തി. എഴുതിക്കോ, ഹി ഓൾസോ സ്റ്റാൻഡ് ഹിയർ ഫോർ എ റിപ്പോർട്ട്. അദ്ദേഹവും നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്തോ ഒരു റിപ്പോർട്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹവും നിൽക്കുന്നത്. ക്ലിയർ ആണല്ലോ? അദ്ദേഹവും എന്തോ ഒരു റിപ്പോർട്ടിന്റെ ആവശ്യത്തിനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഓക്കെ, പൈസ ജമാ കർത്തെ വക്ത് ഉസ്കെ പാസ് 20 रुपये കം പട് രഹേ ഥേ. എഴുതിക്കോ മക്കളെ, എന്താണ്? പൈസ ജമാ കർത്തേ സമയ്, അതായത് പൈസ എടുക്കുന്ന സമയത്ത്. ജമാ കർണ കളക്ട് ആണ്, അതായത് റിപ്പോർട്ടിന് എന്ത് കൊടുക്കണം? റിപ്പോർട്ടിന് പൈസ കൊടുക്കണമായിരിക്കും. അപ്പൊ ആ റിപ്പോർട്ടിന്റെ പൈസ കൊടുക്കാനായിട്ട് നോക്കിയേ, പൈസ ജമാ കർത്തേ വക്ത്, അതായത് പൈസ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയൂലേ എന്താണ്? ഒരു 20 രൂപ അല്ലെങ്കിൽ 50 രൂപ അല്ലെങ്കിൽ 150 രൂപ അല്ലെങ്കിൽ 550 രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് റിപ്പോർട്ടിന്റെ പൈസ മേടിക്കുമല്ലോ. അങ്ങനെ പൈസ കളക്ട് ചെയ്യുന്ന സമയത്ത് എഴുതിക്കോ, ദ ടൈം ഓഫ് കളക്ടിങ് മണി കേട്ടോ. ജമാ കർണ ടു കളക്ട് എന്നാണ് കേട്ടോ. ജമാ കർണ കളക്ട് ചെയ്യുക. ഓക്കെ, ആ കളക്ട് ചെയ്യുന്ന സമയത്ത് ഉസ്കെ പാസ്, അദ്ദേഹത്തിന്റെ കയ്യിൽ, അദ്ദേഹത്തിന്റെ കയ്യിൽ 20 रुपये കം ധേ. ഒരു എത്ര രൂപ കുറവുണ്ടായിരുന്നു? എത്ര രൂപ കുറവുണ്ടായിരുന്നു? ഒരു 20 രൂപ അല്ലേ? അദ്ദേഹം ഇങ്ങനെ പൈസയൊക്കെ എണ്ണി എടുത്തു. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എണ്ണി കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ നമ്മൾ എണ്ണൂലോ, നമ്മൾ അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ എണ്ണൂലോ, 1 2 3 ഇങ്ങനെ ഇങ്ങനെ എണ്ണി വന്നപ്പോൾ എന്ത് പറ്റി? ഒരു 20 രൂപയുടെ കുറവ്. അപ്പോൾ എഴുതിക്കോ മക്കളെ, 20 റുപ്പീസ്. അതെ, ദേ നീഡ് 20 റുപ്പീസ് മോർ, അതായത് 20 रुपये കം പട് രഹേ ഥേ എന്ന് പറഞ്ഞാൽ 20 രൂപ കുറവായിരുന്നു. ചേട്ടാ ഒന്ന് പോയേ, 20 ഇല്ലെങ്കിൽ നടക്കില്ലേ, ചേട്ടൻ മാറിക്കോ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ചേട്ടൻ ആ വലിയ ക്യൂ നിന്ന് ഇവിടം വരെ എത്തിയുള്ളൂ. ആ ക്യൂ നിന്ന് മടുത്ത് അവിടെ എത്തിയപ്പോൾ 20 രൂപ ഇല്ലെന്നും പറഞ്ഞെങ്ങാനും മാറ്റി വിട്ടാൽ പിന്നെയും പോയി നിൽക്കണം ക്യൂ കുറേ. ഓക്കെ, അപ്പൊ എന്ത് പറഞ്ഞു? ഒരു 20 രൂപ കുറവുണ്ടായിരുന്നു. എഴുതിക്കോ മക്കളെ, वह परेशान इधर उधर ताक रहा था. അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? പരേഷാൻ ഹോക്കർ. എന്താണ്? അപ്പൊ എന്ത് ചെയ്തു? ഇധർ ഉധർ എഴുതിക്കോ മക്കളെ, ഹിയർ ആൻഡ് ദയർ എഴുതിക്കോ. ഹിയർ ആൻഡ് ദയർ ആണ് ഇധർ ഉധർ, അവിടെ ഇവിടെയായി.
അവിടെ ഇവിടെയായി എന്ത് ചെയ്തു? താക്ക് രഹാദ. എന്തായിരിക്കും കുഞ്ഞുങ്ങളെ താക്ക് രഹ എന്ന് പറഞ്ഞാൽ? ആർക്ക് പറയാം? ആണോ സാറേ? ആൻതരേസ. ആൻതരേസ്. ഹലോ ആൻതരേസ, ആവുന്നില്ല. ഒന്നും കൂടി. നമ്മുടെ ആൻമിയുടെ പ്രശ്നം മാറിയോ സാറേ? നോക്കി, ആൻമിയുടെ ഓണാക്കാൻ പറ്റുമോ നോക്കട്ടെ ഇപ്പോൾ. ഇല്ലേ? ആ ഓക്കെ. ആ ആഗ്നേൽ. ഗുഡ് ഈവനിങ് സാർ. യെസ്, ഗുഡ് ഈവനിങ് ഡിയർ. പറഞ്ഞോടാ മോനെ. അപ്പൊ എന്തായിരിക്കും താക്ക് രഹാദ? താക്ക് രഹാദ എന്താ? താക്ക് രഹ. അപ്പൊ ആ ചേട്ടന്റെ അവസ്ഥ എന്താ ഒന്ന് പറഞ്ഞേ. ആ ചേട്ടന്റെ ബാക്കി പോയിട്ട് പൈസ എടുത്തിട്ട് ബാക്കി പൈസ എടുത്തു. ഇപ്പൊ അദ്ദേഹത്തിന് എത്ര രൂപ കുറവുണ്ട്? 20 രൂപ. അപ്പൊ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണ് ആ ക്യൂവിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മൾ 20 രൂപ കുറവാണെങ്കിൽ നമ്മൾ അവിടെ ക്യൂവിൽ നിന്നുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും? ചുറ്റുപാടും ഒക്കെ ആരൊക്കെ ഉണ്ടോ എന്ന് നോക്കൂലേ? ചുറ്റുപാടും നോക്കൂലേ? എവിടുന്നെങ്കിലും ഏതെങ്കിലും എന്താണ് ദയുള്ള മുഖം ഉണ്ടോ? നമ്മളാണെങ്കിൽ മുഖം എന്ത് ചെയ്യും? നമ്മൾ വയ്യ എന്ത് ചെയ്യും? നമ്മൾ നോക്കുവോ? നമ്മൾ കുരിഞ്ഞു നിൽക്കും. ആകെ 10 രൂപ ഉണ്ട്. 10 രൂപ അമ്മ ഐസ്ക്രീം മേടിക്കാൻ തന്നേക്കണതാ. അത് ഇനി ആ ചേട്ടന് കൊടുത്താൽ എൻ്റെ 10 രൂപ പോകാനായിട്ട് ഞാനും കൊടുക്കില്ല. അല്ലെ? മെജോറിറ്റി ദ പീപ്പിൾ ആർ ലുക്കിംഗ് ഡൗൺ. നമ്മുടെ നേരെ നോക്കുമെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ടീച്ചർമാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സിലിരിക്കണമെന്ന് കാണിച്ചു തന്നെ. ടീച്ചർമാർ ഓരോരുത്തരോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ക്ലാസ്സിലിരിക്കണേ? അനുഗ്രഹയുടെ അടുത്തേക്കടെയൊക്കെ ടീച്ചർ എത്തുമ്പോൾ അനുഗ്രഹം എന്ത് ചെയ്യും? അനുഗ്രഹ എന്ത് ചെയ്യും? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. യെസ് ഡിയർ. മോൻ എന്ത് ചെയ്യും ഇങ്ങനെ ടീച്ചർമാരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേനും? പയ്യേ ഐ കോണ്ടാക്ട് ചെയ്യാണ്ട് നോക്കും. സെറ്റ് അടിച്ച് അത്രേ ഉള്ളൂ അല്ലേ? നമ്മൾ ഐ കോണ്ടാക്ട് കൊടുക്കാണ്ട്. സാറേ തൊട്ട് മുകളിൽ ഇരിക്കുന്നവരാ? ആ ശബരിനാഥ്. ശബരിനാഥേ മോനെ മ്യൂട്ടിടാ. പോയാ? ആ യെസ്. സൗണ്ടില്ലേ ശബരിനാഥേ? കേൾക്കാൻ പറ്റില്ല. പോയി. കഥം. ടാറ്റ ബൈ ബൈ അല്ലേ? സൗണ്ടില്ല. ഓക്കെ. അടുത്ത സാറേ നിവേദേ. നമ്മുടെ നേരെ കാര്യം ടീച്ചർമാർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ അടുത്തേക്ക് ക്വസ്റ്റ്യൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യൂടാ കുഞ്ഞ്? നമ്മൾ മൈൻഡിലാണ് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കും, മുകളിലേക്ക് നോക്കും, താഴത്തേക്ക് നോക്കിയിരിക്കും. അതായത് നമ്മുടെ അനുഗ്രഹം പറഞ്ഞ പോലെ നമ്മൾ ഐ കോണ്ടാക്ട് കൊടുക്കൂല അല്ലേ? നമ്മൾ ഐ കോണ്ടാക്ട് കൊടുക്കാണ്ടിരിക്കും. ഇനി നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറയാം. അപ്പൊ ടീച്ചറെ നോക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ ടീച്ചർക്ക് തന്നെ അറിയാം ഇവിടെ അവൻ അതറിയാം എന്നോട് ചോദിക്കണ്ട. ഇവിടെ നമുക്ക് അറിയാൻ പാടാത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും. ശരിയല്ലേ? അല്ലേ? നമുക്കറിയാൻ പാടാത്തൊരു ക്വസ്റ്റ്യൻ വന്ന് നമ്മളോട് ചോദിക്കും. അപ്പൊ മക്കളെ ഇതുപോലെ ഇവിടെ എന്ത് ചെയ്തു? ഇദ്ദേഹം നോക്കിയേ, ഇധർ ഉധർ താക്ക് രഹാദ. എഴുതിക്കോ മക്കളെ. ഹി വാസ് ലുക്കിംഗ് അറൗണ്ട് അസ് അല്ലേ? ഹി വാസ് ലുക്കിംഗ്. അവിടെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. താക്ക് രഹാദ അവിടെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചേട്ടൻ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ആരും പൈസ തരുമോ? അവിടെ ഒരു കൊച്ചിരിക്കേണ്ട പെൻസിലൊക്കെ വായിലിട്ട് കടിച്ച് പേനയും കടിച്ചോണ്ട്. അത് ഏത് കുട്ടിയാണാവോ? ഒരു കണ്ണട വെച്ചൊരു കുട്ടി, താടിക്ക് കയ്യും കൊടുത്തിരിക്കേണ്ട. അത് ആ കുട്ടിയാണോ ആവോ? അതോ ഇനി അപ്പുറത്ത് വേറൊരു ചേട്ടൻ വളരെ ചാരി കണ്ണടയൊക്കെ വെച്ച് സോഫയിൽ വളരെ ചാരി സുഖമായിട്ടിരിക്കുന്നുണ്ട്. ആ ചേട്ടൻ തരുമോ? അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് വേറെ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്, കണ്ണിൽ പെൻസിലും കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൾ തരുമോ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കും. ഒരാളാണെങ്കിൽ തലമുടി വലിച്ചു തുടങ്ങിയിട്ട് കുറേ നേരമായി. നീളുമെന്ന് എനിക്ക് തോന്നണേ സാറേ. അവൻ ഇങ്ങനെ തലമുടി വലിയ അതൊക്കെ നീണ്ടു വരുമെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അതന്നെ. അപ്പം ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുക. അപ്പം എന്ത് ചെയ്യുക? നമ്മൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല അല്ലേ? നമ്മൾ ചുറ്റുപാടും മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പം നോക്കിയ മക്കളെ, ബാർബാർ ജേബുമേ ഹാത്ത് ഡാൽത്താദാ. പിന്നെ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയാൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാടാ? ഒന്ന് പറഞ്ഞേ. അമ്മ നമുക്ക് കടയിൽ പൈസ, നമ്മുടെ അമ്മ കടയിൽ ഒരു 10 50 അല്ലെങ്കിൽ 10 100 രൂപയൊക്കെ തന്നിട്ട് നമ്മളെ കടയിൽ വിട്ടു.
കട ചെന്നിട്ട് ചേഞ്ച് ആയിട്ടാണ് അതിൽ പൈസ കാണാതെ നമ്മൾ എന്ത് ചെയ്യും, കുറേ നേരം പോക്കറ്റ് തപ്പി നോക്കൂലേ ഇല്ലേ, ഇങ്ങനെ നോക്കും, എന്നിട്ട് എന്ത് ചെയ്യും, പോക്കറ്റ് നോക്കും, ഒന്ന് പുറത്തേക്ക് ഇട്ട് കുടഞ്ഞു നോക്കും, വീണ്ടും പോയിട്ട് ഒന്ന് വിടുത്തി നോക്കും, പൈസ പോയതാണല്ലേ, ശരിയല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്തു, ബാർ ബാർ ജേബുമേം ഹാത്ത് ഡാൽത്താതാ, ഇടയ്ക്കിടയ്ക്ക് എഴുതിക്കോ മക്കളെ, ഇടയ്ക്കിടയ്ക്ക് ജേബുമേം പോക്കറ്റില് കൈയിടുന്നുണ്ടായിരുന്നു അല്ലേ. ദാറ്റ് മീൻസ് ഹി വാസ് ചെക്കിംഗ് ഹിസ് പോക്കറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഹി വാസ് ചെക്കിംഗ് ഹിസ് പോക്കറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. പോക്കറ്റ് എന്ന് പറയുന്നതാണ് ജേബ്. ഓക്കെ ആണല്ലോ. പോക്കറ്റ് എന്ന് പറയുന്നതാണ് ജേബ്. ചേമ്പല്ല കേട്ടോ, ചേമ്പല്ല, ജേബ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ജേബ്. സാർ അവിടെ ഒരാളൊന്ന് ഉറങ്ങണമുണ്ടോ വളരെ സുഖകരമായിട്ട് അതിൻ്റെ ഏറ്റവും എൻഡിൽ? പ്രിയൂലേ മോനെ, ഓ നല്ല രസം. എങ്ങനെയുണ്ടായി ഉറക്കം പ്രിയൂലേ? യെസ്. എടാ ഹിന്ദി കേട്ടിട്ട് ഉറങ്ങാൻ എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട് സംഭവം? കൊള്ളാമോ? വലിയ കുഴപ്പമില്ല അല്ലേ? എന്നാലും നിന്നെ സംഭവിച്ചിട്ടോ, എൻ്റെ ഇത്രയും വലിയ ശബ്ദത്തിനിടയ്ക്ക് നീ ഇരുന്ന് ഉറങ്ങിയല്ലോ. മുടുക്കനാടാ മുടുക്കൻ. വേണമെങ്കിൽ മോനെ ഒന്ന് മുഖം കഴിയിട്ട് പോരെ, ചെല്ലേ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് പോരെ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം മീനിങ്സ് ഒക്കെ എഴുതട്ടോ. കിഴക്കോട്ടും വടക്കോട്ടും ഒക്കെ നോക്കിയിരുന്നാൽ പിന്നെ അവസാനം ഒന്നും കിട്ടലുണ്ടാവില്ല. ഞാൻ പറഞ്ഞു സം ടീച്ചേഴ്സ് ആർ ഡസൻ ലൈക്ക് ടു റൈറ്റ് സംതിങ് ഓൺ ദ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ടിലൊക്കെ വെച്ചിട്ട് മീനിങ് എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ നോക്കിയാൽ മക്കളെ, പറഞ്ഞു ബാർ ബാർ ജേബുമേം ഹാത്ത് ഡാൽത്താ താ, എന്നിട്ടോ പീച്ചേ വാലേ ലോഗ് ജൽദി ജൽദി കരോ ചില്ലാ രഹേ ദേ. എന്താ പിള്ളേരെ, പുറകിലേക്ക് നിന്ന് ആക്കാൻ എന്ത് ചെയ്യണം, വേഗം ആവട്ടെ ചേട്ടാ, എന്തുകൂടി നോക്കണേ, വേഗം കൊടുക്ക് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, പീച്ചേ വാലേ. നോക്കിയാ മക്കളെ, ജൽദി കരോ ജൽദി കരോ. ആരാണ് നോക്കിയേ, പീച്ചേ വാലേ ലോഗ്, പുറകിൽ നിൽക്കുന്ന ആളുകൾ. എഴുതിക്കോ, ദ പീപ്പിൾ സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഹിം. ദ പീപ്പിൾ സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഹിം എന്നാണ് കേട്ടോ. ദ പീപ്പിൾ സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഹിം, അദ്ദേഹത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്തു, ലോഗ് എന്ന് പറഞ്ഞത് ആ പീപ്പിൾസ് ആണ് കേട്ടോ, പീപ്പിൾസ്. ഓക്കെ ആണല്ലോ. ജൽദി കരോ ജൽദി കരോ, ഡു ഇറ്റ് ഫാസ്റ്റ്, ഡു ഇറ്റ് ഫാസ്റ്റ് കേട്ടോ, വേഗം ചെയ്യൂ വേഗം ചെയ്യൂ. എന്തുട്ട് നോക്കണേ, വേഗം ആവട്ടെ അല്ലേ. ഓരോ നാട്ടിലും ഓരോ രീതിയിൽ പറയും അല്ലേ. അതെന്തുട്ട് നോക്കണം ചേട്ടോ, വേഗം ആയിക്കോട്ടെ എന്ന് നമ്മുടെ തൃശ്ശൂർ ചാലക്കുടി ഭാഗത്തൊക്കെ പറയുമ്പോഴോ, നീ എന്തിനു നോക്കണത്, വേഗം പോട്ടെ അല്ലേ, എന്തിനു നോക്കണത് പൈലേ, വേഗം പോട്ട് എന്ന് പറയും വേറെ സ്ഥലത്ത്. അപ്പോൾ എന്തിനാണ് അല്ലേ, അങ്ങനെയൊക്കെ പറയും. ഇമ്മാനുവൽ ഇതൊന്നും കേൾക്കുന്നില്ല. ഇത് ഏത് നാടാണെന്ന് ഇമ്മാനുവൽ ആലോചിക്കണേ, അത് ഏതോ ഒരു നാട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല നാട്ടിൽ പറയും. ലൈക്ക് വാട്ട് ഐ എം സേയിങ് ഇസ്, ഓരോ നാട്ടിൻ്റെ സ്ലാങ് അനുസരിച്ച് അല്ലേ, എന്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയും. അപ്പം നോക്കിയേ, ഇങ്ങനെ പറയുകയാണ് എന്താണ്, ബാർ ബാർ ജേബ് മേ ഹാത്ത് ഡാൽത്താ താ, പീച്ചേ വാലേ ലോഗ് ജൽദി കരോ ചില്ലാ രഹേ ദേ. മക്കളെ ചില്ലാ രഹന എന്താ, ടു മേക്ക് നോയ്സ് ആണ് അല്ലെ, ഒച്ച ഉണ്ടാക്കുക. ചില്ലാ കരേതോ എന്ന് പറഞ്ഞാൽ എന്താ, വേഗാവട്ടെ വേഗാവട്ടെ, ഡു ഇറ്റ് ഫാസ്റ്റ് എന്ന് എന്തുകൊണ്ടിരിക്കുകയായിരുന്നു, ദേ മേക്ക് നോയ്സ് അല്ലെ, ചില്ലാ, ഇങ്ങനെ അലറുക എന്നൊക്കെ പറയില്ലേ, അലറുക എന്ന് വെച്ചാൽ വേഗം ആവട്ടെ ചേട്ടോ എന്ന് കൂവല്ല കേട്ടോ, അങ്ങനെ കൂവി എന്നല്ല അർത്ഥം. ദാറ്റ് മീൻസ് യു വാസ് സേയിങ് ദാറ്റ് ഡു ഇറ്റ് ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങി. നോക്കിയോ മക്കളെ, നമ്മൾ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ അപ്പനോ അമ്മയോ ആരെങ്കിലുമൊക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിലേ, അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ചില ആളുകളില്ലേ, പോരട്ടെ മുട്ടട്ടെ തിരിയട്ടെ, റൈറ്റ് ലെഫ്റ്റ് ലൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആകെ പ്രാന്താക്കൂലേ എന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ആളുകൾ വേഗാവട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യായിരുന്നു, ദേ ആർ മേക്കിംഗ് നോയ്സ്. നോക്കിയോ മക്കളെ, വഹ ഉദർ ഫോൺ ലഗാനെ ലഗാ, അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, എഴുതിക്കോ മക്കളെ, ഫോൺ ചെയ്യുവാനായിട്ട് തുടങ്ങി. ഓക്കെ ആണല്ലോ, അദ്ദേഹം ഫോൺ ചെയ്യുവാനായിട്ട് തുടങ്ങി. ഓക്കെ മക്കളെ, അപ്പൊ ശ്രദ്ധിക്കുക. ഇപ്പൊ നോക്കിയേ, വഹ അല്ലേ, ഇധർ ഉധർ ഫോൺ ലഗാനെ ലഗേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫോൺ ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്തു, ഫോൺ ചെയ്യാനായിട്ട് അദ്ദേഹം തുടങ്ങി. ബിക്കോസ് ഹീ നീഡ് മണി അല്ലേ. അപ്പം നോക്കി, ആളുകൾ എന്ത് ചെയ്യണം,
അപ്പൊ നോക്കിയോ 20 रुपया नहीं मिला रहा but he didn't get 20 rupees. എഴുതിക്കാം മക്കളെ, he didn't get 20 rupees. 20 രൂപ അദ്ദേഹത്തിന് കിട്ടിയില്ല. ലൈൻ മേ ഖടാ ഹും, എന്താണ് അദ്ദേഹം പറയാണ്, എന്താണ് 20 रुपया नहीं मिल रहा ലൈൻ മേ ഖടാ ഹും ലേക്കർ ജൽദി ആയിയേ. എന്താണ് അതിനർത്ഥം എന്നറിയോ? ഞാൻ ക്യൂവിൽ നിൽക്കുകയാണ്. അല്ല, അയാൾ പറയാണ് ഞാൻ ക്യൂവിൽ നിൽക്കുകയാണ്. എത്ര രൂപയുടെ കുറവുണ്ട്? 20 അല്ലേ? 20 രൂപയുടെ കുറവുണ്ട്. 20 രൂപയുടെ കുറവുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഐ നീഡ് 20 rupees. എന്ത് ചെയ്യണം? ജൽദി ലേക്കർ ആയിയേ. ലേക്കർ ജൽദി ആയിയേ എന്ന് പറഞ്ഞാൽ കം ഫാസ്റ്റ്. ജൽദി ആയിയേ, കം ഫാസ്റ്റ്. ലേക്കർ ടേക്ക് ഇറ്റ് ആൻഡ് കം ഫാസ്റ്റ് അല്ലേ? എന്ത് ചെയ്യാ? വേഗം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഓക്കെ ആണല്ലോ? വേഗം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. വേ കിസി സേ ഫോൺ പർ കഹ് രഹാ. സാർ എന്ന് നിർത്തി കൊടുക്കാം. എന്ത് ചെയ്യായിരുന്നു? അദ്ദേഹം കിസി സേ ആരോടോ, ഫോൺ പർ ഫോണിൽ, കഹ് രഹാദ പറയുകയായിരുന്നു. ഓക്കെ ആണല്ലോ? നമ്മുടെ പപ്പനാവന്റെ ആൾ അവിടെ വീണ്ടും പപ്പനാവനായിട്ടാ. അപ്പൊ നോക്കിയേ, അവ എന്താണ്? ഫോൺ പർ കഹ് രഹാദ, ഫോണിൽ അദ്ദേഹം പറയുകയായിരുന്നു കേട്ടോ. ഹി വാസ് എന്താണ്? ഇൻ ദ ഫോൺ. ഹി വാസ് ഇൻ ദ ഫോൺ എന്നുള്ള രീതിയിലാണ്. നോക്കിയോ മക്കളെ. അപ്പൊ നോക്കിയേ, തബി മേനെ 20 रुपये निकाल कर उसकी ओर बढ़ा दिए. So that time I gave 20 rupees. I gave 20 rupees for him. എന്ത് ചെയ്തു നോക്കിയ മക്കളെ? പറയാണ് തബി മേനെ അല്ലെങ്കിൽ തബി മേനെ, അപ്പോൾ ഞാൻ, then I 20 रुपये निकाल कर I took 20 rupees. ഞാനൊരു 20 രൂപ എടുത്തിട്ട് ഉസ്കി ഓർ ബഡാ ദിയേ, അദ്ദേഹത്തിന് നേരെ നീട്ടി. അദ്ദേഹത്തിന്റെ നേരെ നീട്ടി. എന്നാ ചേട്ടാ 20 രൂപ. ഓക്കെ ആണല്ലോ? അങ്ങനെ നീട്ടിയിട്ട് ഏതാ എന്നാ 20 രൂപ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നേരെ നീട്ടി. ഓക്കെ ആണല്ലോ? ഉസ്നെ റാഹത്ത് കി സാസ് ലി. എഴുതിക്കോ മക്കളെ. ഹി ടേക്ക് എ റിലീഫ് ബ്രീത്ത്. എന്താ റിലീഫ് ബ്രീത്ത് എന്ന് പറയാൻ കാരണം? റാഹത്ത് റിലീഫാണ്, ഒരു ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. അതെന്താ കാര്യം? എന്താണ് റീസൺ? ഏഞ്ചലേ ശ്രദ്ധിച്ചേ, എന്താണ് അതിന്റെ റീസൺ? ദ റീസൺ ഈസ് ആ 20 rupees അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും പൈസ കൊണ്ടുവന്ന് ക്യൂവിന്റെ ബാക്കിൽ പോകേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അപ്പൊ ആ 20 രൂപ കൂട്ടിയപ്പോ അദ്ദേഹത്തിന് എന്തായി? നമ്മൾ പറയില്ലേ എങ്ങനെയാ? ആശ്വാസം, ഒരു സദാമാനം അല്ലേ? ഒരു സദാമാനമായി എന്ന് പറഞ്ഞതുപോലെ he take a relief. He took a breathing of relief അല്ലെ? ഒരു ആശ്വാസത്തിന്റെ ഒരു ശ്വാസം അദ്ദേഹം എടുത്തു. ക്ലിയർ ആണല്ലോ? ഇനി ആദ്മി छोटी सी मदद के लिए आसपास खड़े इंसानों की तरफ नहीं देख सकता. इट्स वेरी वेरी इम्पोर्टेंट लाइन ഹിയർ കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണത്. വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. എന്താ നോക്കിയാൽ മക്കളെ? പറയാണ് മേനെ ദേഖ, ഞാൻ കണ്ടു അല്ലെങ്കിൽ ഞാൻ കണ്ടു. എന്താണ്? ആദ്മി ചോട്ടി സി മദത് കെ ലിയേ. എഴുതിക്കുക, ആളുകള് the people छोटी सी मदद के लिए a small help. छोटी सी मदद a small help അല്ലേ? ഒരു ചെറിയ സഹായത്തിന് പോലും ആസ്പാസ് ഖടേ ഇൻസാനും കോ. മക്കളെ എഴുതിക്കോ, നിയർ ബൈ എന്നാണ് ആസ്പാസ് കേട്ടോ. അടുത്ത് നിൽക്കുന്ന, നിയർ. ഖടേ ഇൻസാനും കോ, standing people, those who are standing in front of me. The people are never look. Sometimes they need a small help അല്ലേ? Sometimes they need a small help, but the people are not ready to help. എന്താണ്? those who are standing in front of us no, അല്ലെങ്കിൽ എന്ത് പറയാം? those who are standing there, the people are not ready to help them. അവരൊന്നും സഹായിക്കാൻ അവര് ഒരു താല്പര്യവുമില്ല. നോക്കിയോ മക്കളെ. എന്നിട്ടോ പറയാണ്
ആസ്പാസ് പർ ഖഡേ ഇൻസാനോം കി തരഫ്, അടുത്ത് നിൽക്കുന്ന ആളുകളിലേക്ക് ദേഖ് സക്ത, നോൽക്കുന്നുണ്ടായിരുന്നു. എന്താണ്? അസഹായ മെഹസൂസ് കർത്ത. എന്താണ്? നോക്കിയേ, അപ്പൊ പറയുന്നത് ഇങ്ങനെയാണ്. നോക്കിയാൽ മക്കളെ ഒന്നുകൂടി പറഞ്ഞ ശ്രദ്ധിച്ചോ. മേനെ ദേഖ, ഞാൻ നോക്കുകയായിരുന്നു. ആത്മീ ചോട്ടീസി മദത് കേലിയെ, ചെറിയൊരു സഹായത്തിനു പോലും. ആസ്പാസ് ഖഡേ ഇൻസാനോം കി തരഫ്, അടുത്ത് നിൽക്കുന്ന ആളെ എന്താണ്? നഹീ ദേഖ് സക്ത, നോക്കുന്നേ ഇല്ല. അല്ലേ? ആളുകൾ എന്ത് ചെയ്യുന്നില്ല? ഒരു സഹായത്തിന് പോലും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നോക്കുന്നുമില്ല. പിന്നെയോ അസഹായ മെഹസൂസ് കർത്ത, എന്താണ്? ദേ ഫീൽ, എന്താണ്? ദേ ഫീൽ വാട്ട് കോക്കനട്ട്? ടെൽ മീ ഡിയേഴ്സ്, വാട്ട് കോക്കനട്ട് ദേ ഫീൽ? ആരോട് ചോദിക്കാം സാറേ? ആരുഷി. ആ, എന്ത് കോക്കനട്ടാന്ന് ആരുഷി ആലോചിക്കണത്. യെസ്, ആരുഷേ. യെസ്. അപ്പൊ എന്താണ് കാര്യം? നോക്കിയേ, അസഹായ മഹസൂസ് കർത്ത എന്ന് വെച്ചാൽ എന്താണ്? അപ്പം മനുഷ്യൻ എങ്ങനെയാ നിസ്സഹായനായി പോയത്? ആ, ഹെൽപ്പ് ചോദിച്ചൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യണം? ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ്. പേഴ്സൺ ഹു സ്റ്റാൻഡിങ് ദർ, എ ബ്ലൈൻഡ് പേഴ്സൺ സ്റ്റാൻഡിങ് ദർ. അദ്ദേഹം ആരോടും പറഞ്ഞില്ല, എന്നെ ഒന്ന് ക്രോസ് ചെയ്ത് വിടാൻ പറഞ്ഞില്ലെങ്കിലും റോഡിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ നമ്മളായിട്ട് എന്ത് ചോദിക്കണം? റോഡ് ക്രോസ് ചെയ്യണോന്ന് ചോദിക്കണ്ടേ? ആ, വേണം. എന്നിട്ട് നമുക്കും റോഡ് ക്രോസ് ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ചേട്ടനെയും വലിച്ചുകൊണ്ട് പോയി നമ്മളെയും കൊണ്ടുപോയി അവിടെ തല്ലി അടിച്ച് വീഴ്ത്തി ആകെ പ്രശ്നം ഉണ്ടാക്കണം. അല്ലേ? അങ്ങനെയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ ഏബിൾ മീൻസ് വാട്ട് ഐ എം സേയിങ് ഇസ്, ഇഫ് യു ആർ ഏബിൾ. ഇനി അഖിൽ സാറ് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ നാളെ അവിടെ വീടിനടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും കണ്ണ് കാണാൻ പാടാത്ത ചേട്ടനെയോ റോഡിലേക്ക് വലിച്ചുകൊണ്ട് പോയി അത് നിങ്ങളും വീണ് ആ ചേട്ടനെയും ചേച്ചീനെയും വീഴ്ത്തി ഉപദ്രവം ഉണ്ടാക്കരുത്. ഇഫ് യു ആർ ഏബിൾ, വാട്ട് ഐ എം സേയിങ് ഇസ്, ഇഫ് യു ആർ ഏബിൾ ടു ഡു എ സ്മോൾ ഹെൽപ്പ് ദാറ്റ് യു ക്യാൻ, എന്താ ഞാൻ പറഞ്ഞോളൂ. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്താ? ഇപ്പം നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ്, ഇതുപോലെ കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരു ചേട്ടൻ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ ചേച്ചി അവിടെ നിൽക്കുകയാണെങ്കിൽ ആ ചേട്ടനെയോ ചേച്ചീനെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യിക്കാം. യെസ്, ഐ എം ഏബിൾ ടു ക്രോസ് ദ റോഡ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാ, ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് അതിന് ആരും പറയണ്ട. ദാറ്റ് ഈസ് അവർ ഡ്യൂട്ടി. പിന്നെയോ റോഡ് സൈഡിൽ ഒരു നായക്കുട്ടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കല്ല് പെറുക്കി എറിഞ്ഞിട്ട് ചിരിച്ച് കാണിക്കണം. അപ്പോഴോ അപ്പം എന്ത് ചെയ്യും? ആ നായ്ക്കുട്ടിയുടെ നേരെ ഒരു കല്ല് നോക്കിയിട്ട് ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ചിരിച്ച് കാണിക്കണം. അപ്പോൾ നായ്ക്കുട്ടി നമ്മുടെ ചിരിച്ച് കാണിക്കും. അല്ലേ? അല്ലേ പിള്ളേരെ? ആ, ദൈവത്തെ ഓർത്ത് ചെയ്യരുതട്ടാ. അല്ലേ സാറേ? മുകളിലേക്ക് മോൻ്റെ പറഞ്ഞ അറ്റൈൻഡിൽ അനയൊക്കെ ചെയ്യും ചിലപ്പോൾ. അതുകൊണ്ട് മോനെ അനയെ ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ, നീ മാറ്റി കളഞ്ഞേക്ക്. നാളെ ഇനി അവൻ റോട്ടിൽ നിൽക്കണം നായ്ക്കോട്ട് കല്ല് വെച്ച് വെച്ച് അവസാനം വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കിയേ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ മീനിങ് ഇത്രയേ ഉള്ളൂ, ഈസ് പോസിബിൾ. അതായത് മക്കളെ, ഇവിടെ നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ ഒരു തന്നെയെന്ന് പറഞ്ഞാൽ, യു ദ ജനറേഷൻ, ദ അപ്കമിങ് ജനറേഷൻ, നിങ്ങളാണ് ഇനി നാളെ ഈ സമൂഹം എന്ത് ലീഡ് ചെയ്യേണ്ട പുരുഷനും സ്ത്രീക പദാർത്ഥങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഓരോരുത്തരും. അല്ലേ? വലിയ ഭാവിയിലെ വലിയ പുരുഷനും വലിയ സ്ത്രീകളൊക്കെ ആവേണ്ട ഓരോരുത്തരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. സോ യു ദ പീപ്പിൾ, യു ദ ജനറേഷൻ ഇസ് ബോൺ വിത്ത്, എന്താണ് ഇന്നത്തെ ആളുകൾക്ക് ഇല്ലാത്തൊരു കുഴപ്പം എന്താ? ഇന്ന് നിങ്ങൾ ചോദിച്ചാൽ അറിയാം, നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ അവരുടെ പേരൻസ്, നിങ്ങളുടെ പേരൻസ് അത്ര ഉണ്ടാവണമെന്നില്ല, നിങ്ങളുടെ പേരൻസിന് മുമ്പുള്ളവരുടെ പേരൻസ് മേ ബി എന്താണ് 5, 6, 7 or 8 മെമ്പേഴ്സ് ഒക്കെയാണ്. ആ ഹ്യൂജ് ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് ഓൾറെഡി എന്തുണ്ടാവും? ഈ കോപ്പറേഷനും അല്ലേ കൊളാബറേഷനും സഹകരണവും ഒക്കെ ഉണ്ടാവും. നമ്മളെന്താവും ഇപ്പം? നമുക്ക് ഒരാളെ അല്ലെങ്കിൽ 2 പേരേ ഉള്ളൂ. മാക്സിമം എങ്ങനെ നമുക്ക് മുഴുവൻ തിന്നാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ശരിയല്ലേ? അച്ഛനോ അമ്മയോ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാൽ നമ്മളതിങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യും? 2 വലിപ്പമൊക്കെ നോക്കിയിട്ട്, അല്ലേ ഹർഷ? വലിയൊരു കഷ്ണം നമ്മളങ്ങ് എടുത്ത് വെച്ച് ചെറിയ കഷ്ണങ്ങൾ വെച്ചിട്ട് പോകുന്ന ഒരു കൈൻഡ് ഓഫ് നമ്മുടെ ഒരു, അതായത് നിങ്ങളെയല്ല പറയുന്നത്, ആ കൈൻഡ് ഓഫ് ജനറേഷനാണ്. എവ്രിതിങ് ഫോർ മീ ഓൺലി, എനിക്ക് മാത്രം മതി എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. അപ്പം നിങ്ങൾ എന്താവരുത്? നിങ്ങൾ അങ്ങനെ ആവരുത്. നിങ്ങളിലും എന്തുണ്ടാവണം? നിങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്, അല്ലേ? എ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. എന്നാലും വെറുതെ നിൽക്കുന്ന ആരോട് ചേട്ടാ ചേച്ചി ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കണ്ട. ഇഫ് ദേ വോണ്ട് ഹെൽപ്പ്, യു ജസ്റ്റ് ഹെൽപ്പ് ദം. അല്ലാതെ നോക്കിയേ, കണ്ണ് കാണാൻ പാടാത്തൊരു ചേട്ടൻ ഈ റൈറ്റ് സൈഡിൽ തന്നെ നിന്നാൽ മതി. ആ ചേട്ടനെയും വലിച്ച റോഡിൻ്റെ അപ്പുറ സൈഡിൽ കൊണ്ടിട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരരുത്. ദൈവത്തെ ഓർത്ത്
നാളെ ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മര്യാദയ്ക്ക് ആ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആ ചേട്ടൻ ലെഫ്റ്റ് സൈഡിൽ നിൽക്കേണ്ട ചേട്ടനാണെങ്കിൽ അതിനെയും വിളിച്ച് റൈറ്റ് സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾ തിരിച്ചു പോരരുത്. ഉപകാരം ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉപദ്രവിക്കാൻ പാടില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളോട് പറയുന്ന മീനിങ് ഇത്രയേ ഉള്ളൂ. ഇഫ് പോസിബിൾ, ചിലപ്പോൾ ചില സമയത്ത് ഒരു ലാഫിങ് ആയിരിക്കും മക്കളെ ഒരു ഹെൽപ്പിംഗ് എന്ന് പറയുന്നത്. ചില ആളുകൾ വളരെ സങ്കടപ്പെട്ട് നിൽക്കുകയായിരിക്കും. ചിലപ്പോൾ നിങ്ങളൊന്ന് പുഞ്ചിരിച്ച് കാണിക്കും. ചിലപ്പോൾ നിങ്ങൾ ചിരിക്കുന്ന ആ ചിരിയായിരിക്കാം അവരിൽ ഒരു വലിയ ഒരു ഹാപ്പിനെസ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇസ് ഇറ്റ് പോസിബിൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഹെൽപ്പുകൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ബി എ സിൻസിയർ സിറ്റിസൺ. ക്ലിയർ ആണല്ലോ? ബി എ സിൻസിയർ സിറ്റിസൺ എന്നുള്ളത് ആ ഒരു മീനിങ് ആണ് നിങ്ങളോട് പറയുന്നത്. കേട്ടല്ലോ? പക്ഷേ ലോകം നമ്മുടെയാണ്, നമുക്കറിയാം നമ്മുടെ സമൂഹം എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് യുവർ സേഫ്റ്റി ഫസ്റ്റ്, സെക്കൻഡ് ഹെൽപ്പ്. കേട്ടോ, ഞാൻ പറയുന്നുണ്ട് ഹെൽപ്പ് ചെയ്യരുതെന്നല്ല, പക്ഷെ അവിടെയും നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണം. ബിക്കോസ് നമ്മുടെ ലോകം എന്ന് പറയുന്നത് അത്ര നല്ലതൊന്നും അല്ലാത്തത് കൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ യുവർ സേഫ്റ്റി, സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യുക? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ അസഹായ മെഹസൂസ്, മക്കളെ മെഹസൂസ് കാരണം എഴുതിക്കുക, ഫീൽ ചെയ്യുക. കേട്ടോ, അതായത് നിസ്സഹായത തോന്നി. അസഹായത എന്ന് പറഞ്ഞാൽ എന്ത്? അസഹായ എന്ന് പറഞ്ഞാൽ നിസ്സഹായത, ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ, അതിനെയാണ് അസഹായ എന്ന് പറയുന്നത്. കേട്ടോ, അപ്പോൾ കഴിഞ്ഞോ? സെറ്റാണോ? അവിടം വരെ സെറ്റാണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. എനിക്ക് അവിടം വരെ ഉഷാറായിട്ട് മനസ്സിലായി എന്നുള്ള ഡാറ്റ കാണിച്ചോ. സോ ഐ വിൽ ഗിവ് യു എ ബ്രേക്ക്. അപ്പോൾ നോക്കിയാൽ മക്കളെ, അപ്പം നെക്സ്റ്റ് പേജ് കൊടുക്കാം സാറേ. yes, काम क्या मकड़े? काम पूरा होने पर वह कतार से अलग हो गया और 20 रुपये के लिए फोन पर किसी को बुलाता रहा. मैं रिपोर्ट लेकर जाने लगी तो वह पास आया. നോക്കിയാ മക്കളെ, ഇനി എന്താണെന്ന് നോക്കിയടാ. ഇനി പറയുന്നത് എങ്ങനെയാന്ന് നോക്കിയടാ മക്കളെ. അടുത്ത പറയുന്ന നോക്കിയേ. യെസ്, ഇനി പറയുന്നത് ഇങ്ങനെയാണ്. ശ്രദ്ധിക്കാം. കാം പൂരാ ഹോനെ പർ, അതായത് അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞപ്പോൾ, അതായത് ജോലി എന്ന് പറയുന്ന ക്യൂവിൽ നിന്ന് കഴിഞ്ഞപ്പോൾ, കേട്ടോ, ആ ക്യൂവിൽ നിന്ന് കഴിഞ്ഞപ്പോൾ വഹ് കതാർ സെ അലഗ് ഹോ ഗയാ, അല്ലേ? എന്താണ്? അയാൾ ആ ക്യൂവിൽ നിന്ന് അല്ലെങ്കിൽ ആ ലൈനിൽ നിന്ന് ഇറങ്ങി. ആ ക്യൂവിൽ നിന്ന് അല്ലെങ്കിൽ ആ ലൈനിൽ നിന്ന് ഇറങ്ങി. അയാളുടെ ജോലി കഴിഞ്ഞു, അതായത് അയാളുടെ അത് കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു? ആ ക്യൂവിൽ നിന്നോ അല്ലെങ്കിൽ ലൈനിൽ നിന്നോ ഇറങ്ങി. എന്നിട്ടോ 20 रुपये के लिए, ആ 20 രൂപയ്ക്ക് വേണ്ടി ഫോൺ പർ കിസിക്കോ ബുലാത്ത, അതായത് ആരെയോ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ? ആ 20 രൂപയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ആരെയൊക്കെയോ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. മക്കളെ, അപ്പൊ ആരെയോ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നോക്കിയേ, അതാണ് പറഞ്ഞത്. നോക്കി നമ്മളെ 20 रुपये के लिए for 20 rupees. കേട്ടോ, കെ ലിയെ 4 ആണ്, വേണ്ടി 20 രൂപയ്ക്ക് വേണ്ടി ആരെയോ വിളിക്കുന്നുണ്ടായിരുന്നു. അല്ലെ, ആ 20 രൂപയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അവരാരെയോ വിളിക്കുന്നുണ്ടായിരുന്നു. 20 റുപ്പീസിന് വേണ്ടി അദ്ദേഹം ആരെയോ വിളിക്കുന്നുണ്ടായിരുന്നു. മേ റിപ്പോർട്ട് ലേക്കർ ജാനേ ലഗി തോ, എഴുതിക്കുക മക്കളെ. ഞാൻ റിപ്പോർട്ട് കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ, when I go with, അല്ലെങ്കിൽ when I go with the report, അല്ലേ, when I go with report വഹ് പാസ് ആയ, അദ്ദേഹം എന്ത് ചെയ്തു? എൻ്റെ അടുത്ത് വന്നു. അല്ലേ, എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? ജറാ റുക്കിയേ, ധന്യവാദ്, ആപ്കെ 20 रुपये പൈസ ലൗട്ടാത്തെ ഹുയേ ഉസ്നെ കഹാ. എന്താണ്? എന്താ പറഞ്ഞു? നിൽക്കിയേ, ജറാ റുക്കിയേ, ചേട്ടാ ഒന്ന് നിൽക്കൂ എന്ന് പറഞ്ഞു. അല്ലേ, ജറാ റുക്കിയേ, സ്റ്റോപ്പ്. അല്ലേ, ചേട്ടാ ഒന്ന് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ടോ ധന്യവാദ്, എഴുതിക്കോ മക്കളെ, നന്ദി, താങ്ക് യു. എന്ത് പറഞ്ഞു നോക്കിയേ? ആപ്കെ 20 रुपये, ദിസ് ഈസ് യുവർ 20 rupees. അല്ലേ,
എന്നാ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇതാ ഇങ്ങനെ പൈസ എടുത്തിട്ട് ഒരു 20 രൂപ അല്ല ഇതാ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പൈസ ഇങ്ങനെ കാണിച്ചു അല്ലേ? കാണിച്ചു കൊടുക്കില്ല, കൊടുത്തു കേട്ടോ. കാണിച്ചു കൊടുത്തിട്ട് തിരിച്ച് അയ്യേ പറ്റിച്ചേ അങ്ങനെയല്ല, കൊടുത്തു കേട്ടോ, കൊടുത്തു. അപ്പൊ നോക്കിയേ, ആ 20 രൂപ കൊടുത്തു. എന്നിട്ട് പൈസ ലൗട്ടാത്തെ ഹുയേ ഉസ്നെ കഹാ, എഴുതിക്കോ മക്കളെ, പൈസ തിരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. എഴുതിക്കോ, പൈസ തിരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടോ. പൈസ തിരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. പൈസ ലൗട്ടാത്തേ ഹുയേ കഹ എന്ന് പറഞ്ഞാൽ പൈസ തിരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ചേട്ടാ താങ്ക് യു അല്ലേ? നമ്മളാണെങ്കിലോ ആ ചേട്ടൻ കേട്ടില്ലെങ്കിൽ പോട്ടെ, 20 രൂപ വെച്ചായി അല്ലേ? പക്ഷെ അങ്ങനെയല്ല, ആ ചേട്ടൻ എന്തുണ്ടായിരുന്നു? കുറച്ച് അന്തസ് വേണംടാ അല്ലേ എന്ന് പറഞ്ഞതുപോലെ കുറച്ച് അന്തസ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്തു? ആ 20 രൂപ തിരിച്ചു കൊടുത്തു അല്ലേ? ആ 20 രൂപ തിരിച്ചു കൊടുത്തിട്ട് എന്ന് പറഞ്ഞു, ചേട്ടാ നന്ദിയുണ്ട് അല്ലേ? നമ്മുടെ മമ്മൂട്ടി ഫോൺ പേയിൽ പറയുന്നില്ലേ നന്ദിയുണ്ടേ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം എന്ത് പറഞ്ഞു? സേ താങ്ക് യു അല്ലേ? താങ്ക് യു ഫോർ ബീ ഹെൽപ്പ് മീ അല്ലേ? എന്നെ ഹെൽപ്പ് ചെയ്തതിന് നന്ദി എന്നും പറഞ്ഞ് ആ 20 രൂപ കൊടുത്തു. ജിയ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ സെറ്റ്, നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ നോക്കിയാൽ മക്കളെ, അപ്പോൾ സാറേ എൻ്റെ മക്കൾ മടുത്തുണ്ടോ? സാറിന് എന്തെങ്കിലും ടാസ്ക് തരാനുണ്ടോ? ഞങ്ങൾ ഹിന്ദി കേട്ട് കുറച്ച് നേരം മടുത്തു. സാറിന് ടാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ആയി വെച്ചിട്ടോ അല്ലേ പിള്ളേരെ? ടാസ്ക് വേണോ? വേണ്ട വേണ്ടേ? ആ എന്നാൽ ശരി സാറേ, അപ്പോൾ കൊടുത്തോ. ഇതെന്ത് വളരെ ബുദ്ധിമുട്ടുള്ള സാധനം കേട്ടോ. ഈ സാധനം സ്റ്റോക്ക് അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ, ഓ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് എത്ര പാടിട്ടാണ് കിട്ടണേ. അപ്പം നോക്കിയ പിള്ളേരെ, അപ്പം നമുക്ക് അദ്ദേഹം എന്ത് പറഞ്ഞു? പൈസ ലൗട്ടാത്തെ ഹുയേ ഉസ്നെ കഹാ, പൈസ തിരിച്ചു കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു പറഞ്ഞു. അപ്പം നോക്കിയേ, അരേ വാപ്പസ് കർണ ജരൂരി നഹി. എന്താണ് അരേ? അല്ലയോ, എന്താ വേണ്ടത്? ഏ പറയില്ല, അരേ എന്ന് പറഞ്ഞാൽ ഹേ പൈസ എന്താണ്? വാപ്പസ് കർണേക്കാ ജരൂരി നഹി, തിരിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, ചേട്ടൻ വെച്ചോളോ അല്ലേ? കീപ് ഇറ്റ് വിത്ത് യു അല്ലേ? നോ നീഡ് ടു റിട്ടേൺ. മക്കളെ എന്താ എഴുതുന്നത്? നോ നീഡ് ടു റിട്ടേൺ, തിരിച്ചു തരേണ്ടതിന്റെ ആവശ്യമില്ല. തിരിച്ച് വേണ്ടേ എന്നാ താങ്ക് യു അല്ലേ? നമ്മളാണെങ്കിൽ എന്ത് പറയും? വേണ്ടേ എന്നാ താങ്ക് യു. ഇതങ്ങനെയല്ല. അപ്പൊ എന്ത് പറഞ്ഞു? തിരിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? അപ്പൊ നോക്കിയേ, എഴുതി മക്കളെ, വാപ്പസ് കർണ ടു റിട്ടേൺ. സാർ ഇവിടെ ആരുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറഞ്ഞോട്ടോ, ഞാൻ കണ്ടായിരുന്നു. ബർത്ത്ഡേ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായി മക്കളെ. ആരുടെ ആയിരുന്നു ബർത്ത്ഡേ ഒക്കെ അയച്ചിട്ടുണ്ടായല്ലോ? സ്വാലിഹിന്റെ ആയിരുന്നോ? സ്വാലിഹേ ഗുഡ് ഈവനിങ്. ബർത്ത്ഡേ ആണോ മോനെ? എന്നാണോ ബർത്ത്ഡേ? ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. അതെ, യെസ്. ഗുഡ് ഈവനിങ് ഡാ. യെസ് ഗുഡ് ഈവനിങ്. ഓക്കെ മക്കളെ, വേറെ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ എന്ന്? ഡസ് എനിവൺ സെലിബ്രേറ്റിംഗ് യുവർ ബർത്ത്ഡേ? ജസ്റ്റ് സെൻഡ് എ മെസ്സേജ്. വേറെ ആർക്കെങ്കിലും ബർത്ത്ഡേ ഉണ്ടെന്നാ? ഏഞ്ചലിന് എന്നും ബർത്ത്ഡേ ആണ്, എല്ലാ ആഴ്ചയിലും ഏഞ്ചലിന്റെ ബർത്ത്ഡേ ആ. ഇന്നും ബർത്ത്ഡേ, നാളെയും ബർത്ത്ഡേ. ഇങ്ങനെയാണ് സാറേ? അതാരാ? ഇവാനിയ അല്ല, അല്ലാന്ന് എനിക്ക് ബർത്ത്ഡേ ഇല്ല സാർ, അങ്ങനെ ഉദ്ദേശിച്ചേ. എനിക്ക് അങ്ങനെ ഒരു ദിവസം ഇല്ല. ഇവാനി വേറെ ആരും ബർത്ത്ഡേ പറയാനാണോ സാറേ? അല്ല, വേറെ ആരോ വന്നിട്ടുണ്ടോ സാറേ മെസ്സേജ്? തൊട്ടുമുമ്പ് 13-ാം തീയതി സമയമുണ്ട്. മെയ് അല്ലേ? ഓ സമയമുണ്ട്. അപ്പോൾ സ്വാലിഹ് മാത്രമേ ഉള്ളൂ. സോ ഡിയർ മക്കളെ, സോ അവർ സ്വാലിഹ് is celebrating his birthday. Let's family wish them happy birthday. Happy birthday to you. അരേ വാപ്പസ് കർണ ജരൂരി നഹി, തിരിച്ചു തരേണ്ട കാര്യമില്ല അല്ലേ? ഐ ഡോണ്ട് വാണ്ട് ടു റിട്ടേൺ അല്ലേ? തിരിച്ചു തരേണ്ട ആവശ്യമില്ല. 20 റുപ്യ ഹേ, 20 രൂപയല്ലേ ഉള്ളൂ അല്ലേ? ഒരു 20 രൂപയുടെ കാര്യമല്ലേ? എന്താണ് എന്ത് പറഞ്ഞു? അത് വെറും ഒരു 20 രൂപയല്ലേ, എനിക്ക് വേണ്ട, തരണ്ട എന്ന് പറഞ്ഞു. മേനെ കഹാ, ഐ സെഡ്. എഴുതിക്കോ മക്കളെ, ഐ സെഡ്, ഞാൻ പറഞ്ഞു. അപ്പൊ നോക്കിയോ മക്കളെ, പറയാണ് ഉസേ അരേ വാപ്പസ് കർണ ജരൂരി നഹി, എന്താ ചെയ്യേണ്ട ആവശ്യമില്ല.
റിട്ടേൺ തരേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? 20 രൂപയല്ലേ ഉള്ളൂ, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴോ നെഹി വഹ് 20 रुपये നെഹി कहकर वह चला गया. എന്താണ് നോക്കിയ മക്കളെ? അത് വെറും ഒരു 20 രൂപ മാത്രമല്ല. പിന്നെ എന്താ പിള്ളേരെ? അത് 20 രൂപ അല്ലാണ്ട് എന്താ വേറെ എന്താ? എന്താ മക്കളെ? ആരോട് ചോദിക്കുക സാറേ? അനേ, യെസ്, ഗുഡ് ഈവനിങ്. പിന്നെ അത് 20 രൂപ മാത്രമല്ലാണ്ട് പിന്നെ വേറെ എന്നതാണ് മോനെ? അയാളുടെ ഒരു ആത്മാഭിമാനത്തിന്റെ ഭാഗമായിരിക്കും അല്ലേ? അദ്ദേഹത്തിന് ഹി നീഡ് മണി, ദ സെയിം ടൈം എന്ത് കിട്ടി? അദ്ദേഹത്തിന് 20 രൂപ കിട്ടി. അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് നാണം കെടാതെ അദ്ദേഹത്തിന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റി, അല്ലെങ്കിൽ അവിടുന്ന് ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് ഓവർകം ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതെന്താണ്? ആ സമയത്ത് അത് വെറും 20 രൂപ അല്ല, ചിലപ്പോൾ എന്തായിരിക്കാം? 20,000ന്റെ പവർ ആയിരിക്കാം അല്ലേ? അല്ലേ? യെസ്, ഒരു 20,000ന്റെ പവർ ഉണ്ടാവും. അപ്പൊ നോക്കിയ മക്കളെ, അദ്ദേഹം എന്ത് ചെയ്തു? അത് പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി. മക്കളൊന്ന് വായിച്ചു നോക്കി അവിടം വരെ. അത് പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി. ഓക്കെ, യെസ് മക്കളെ, മനസ്സിലായെങ്കിൽ ഡേറ്റ കാണിച്ചോ. സോ മക്കളെ, അപ്പൊ പറയാണ് അത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം പോയി. ഇത് വെറും ഒരു 20 രൂപയല്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അദ്ദേഹം ആ പൈസ തിരിച്ച് കൊടുത്തിട്ട് he went. നോക്കിയ മക്കളെ, दूसरे दिन सुबह फिर कोई रिपोर्ट लेने दूसरी तरफ मेरी छोटी बहन को जाना पड़ा. എന്താണ് എന്ത് ചെയ്തു നോക്കിയ മക്കളെ? ഇനി പറയാണല്ലേ. അങ്ങനെ പറഞ്ഞു പോയിട്ട് എന്ത് ചെയ്തു? പിറ്റേ ദിവസം दूसरे दिन बहुत सुबह, വളരെ രാവിലെ തന്നെ. സാർ ഒന്ന് ഉയർത്തി കൊടുത്തേ. അതിൻ്റെ അടിയിൽ വരെ ഉണ്ടോ നോട്ടെ. ഇതിൻ്റെ അടിയിൽ ചലാകയ ഇല്ല. അപ്പോൾ അവിടെ തന്നെയാണ്. നോക്കിയോ മക്കളെ, യെസ് പറയാണ്. दूसरे दिन അടുത്ത ദിവസം, നെക്സ്റ്റ് ഡേ, ബഹുത് സുബഹ ഫിർ കോയി റിപ്പോർട്ട് ലേനെ, അതായത് രാവിലെ തന്നെ അല്ലേ? രാവിലെ തന്നെ ദൂസരി തരഫ്, മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ, മേരി ചോട്ടി ബഹൻ കോ ജാനാ പെടാ, അതായത് എന്ത് ചെയ്തു? എൻ്റെ സഹോദരിക്ക് അല്ലേ? അപ്പൊ എന്താണ്? റിപ്പോർട്ട് മേടിക്കാനായിട്ട് എൻ്റെ സഹോദരി പോയി. അതായത് അടുത്ത ദിവസം റിപ്പോർട്ട് മേടിക്കാനായിട്ട് എന്ത് ചെയ്തു? എൻ്റെ സഹോദരി. എഴുതിക്കോ മക്കളെ, ഇങ്ങനെയാണ്. ബഹുത്ത് സുബ എന്താണ്? റിപ്പോർട്ട് ലേനെ, റിപ്പോർട്ട് വാങ്ങുവാൻ, ടു കളക്ട് അല്ലെങ്കിൽ ടു ടേക്ക് റിപ്പോർട്ട്. ദൂസരി തരഫ് മേരി ചോട്ടി ബഹൻ, എഴുതിക്കോ, എൻ്റെ എൽഡർ സിസ്റ്റർ. അതാണോ? യങ്ങർ സിസ്റ്റർ ആണോ? യങ്ങർ സിസ്റ്റർ കേട്ടോ. യങ്ങർ ആണ്, ചോട്ടിയല്ലേ? മൈ യങ്ങർ സിസ്റ്റർ, എൻ്റെ ചെറിയ അല്ലെങ്കിൽ കൊച്ചനുജത്തി, അനിയത്തി, എൻ്റെ അനിയത്തി എന്നാണ് കേട്ടോ, യങ്ങർ സിസ്റ്റർ കേട്ടോ. എൻ്റെ അനിയത്തി ജാനാപ്പട, പോകേണ്ടി വന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ എൻ്റെ അനിയത്തിക്ക് പോകേണ്ടി വന്നു. മേരി ബഹനെ നന്നി ബച്ചി കോ ഗോദുമേ ലേ രഖാദാ, എഴുതിക്കോ, എൻ്റെ സഹോദരി, എഴുതിക്കോ, മൈ സിസ്റ്റർ നന്നി ബച്ചി കോ, ഒരു കൊച്ചുകുട്ടിയെ, ഗോദുമേ ലേ രഖാദ, മടിയിൽ വെച്ചിരിക്കുകയായിരുന്നു. എഴുതിക്കോ മക്കളെ, ഗോദ ലാപ്പ് എന്ന് വെച്ചാൽ മടി കേട്ടോ, മടി. ഈ മരിയയ്ക്ക് മടിയായിട്ട് മറ്റേ അഞ്ചരയുടെ ക്ലാസ്സിൽ കയറാത്ത മടിയല്ല കേട്ടോ, അല്ലേ സാറേ? മരിയയുടെ മടി പോലത്തെ മടിയല്ല കേട്ടോ. അഞ്ചരയുടെ ക്ലാസ്സിൽ കയറാതെ മരിയ മടി പിടിച്ചിരുന്ന പോലത്തെ മടിയല്ല ഇത്. മറ്റേ മടി, ലാപ്പ് അല്ലേ മരിയ? സെറ്റല്ലേ? യെസ്, അതുപോലത്തെ ലാപ്പ് കേട്ടോ. അപ്പൊ ലാപ്പാണ്. അപ്പൊ നോക്കിയാ മക്കളെ, ആ ലാപ്പിനാണ് പറയുന്നത്. എന്താണ് സമറേ? സാർ സമറിനോട് ചോദിക്കും. സമർ എന്താ മോനെ? ക്വസ്റ്റ്യനാ? ശരി, നമുക്ക് സ്ഥലം തരാം. ഓക്കെ. അപ്പൊ നോക്കിയ മക്കളെ, ഗോതുമേ ലേ രഖാദ, ഞാൻ എന്ത് ചെയ്യായിരുന്നു? അവിടെ എൻ്റെ സഹോദരി മടിയിൽ പിടിച്ചിരുത്തിക്കുകയായിരുന്നു. നോക്കിയേ, റിപ്പോർട്ട് ലേനെ കെ ബാദ് ഉസേ ഫോട്ടോ കോപ്പി കർവാനി ദി, അല്ലേ? എന്താണ്? റിപ്പോർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഫോട്ടോ കോപ്പി എടുക്കണമായിരുന്നു. എഴുതിക്കാം മക്കളെ.
റിപ്പോർട്ട് ലേനെ കെ ബാദ് റിപ്പോർട്ട് എടുത്തതിന് ശേഷം ഉസേ ഫോട്ടോ കോപ്പി കർവാനി ദി അതിന്റെ സിറോക്സ് അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണമായിരുന്നു. അവിടം വരെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. അവിടം വരെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. അപ്പോൾ നെക്സ്റ്റ് ഡേ വാട്ട് ഹാപ്പൻഡ് ബിഫോർ ഡേ ആ 20 rupees കൊടുത്തിട്ട് പോയി. അടുത്ത ദിവസം ഇദ്ദേഹത്തിന്റെ സഹോദരി എന്താണ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു റിപ്പോർട്ട് മേടിച്ചു, അതിന്റെ ഫോട്ടോ കോപ്പി വരെ എടുക്കണമായിരുന്നു. അവിടം വരെയാണ് മക്കളപ്പം ഒന്ന് വായിച്ചു നോക്കുക. ആൻഡ് നെക്സ്റ്റ് യു ക്യാൻ കോൾ യുവർ പേരൻസ്